ശേഷം മറ്റ് വർക്കുകളിലേക്കൊന്നും നിങ്ങളെ വിളിച്ചിട്ട് കാണത്തില്ല. അപ്പം ഗവൺമെന്റ് തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം ആരംഭിക്കാൻ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സന്നദ്ധ സേവന പോർട്ടൽ അന്ന് രജിസ്റ്റർ ചെയ്തിരുന്ന കർമ്മസേന അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി നടത്തണമെന്ന് ആസൂത്രണം ചെയ്യുകയും ചെയ്തു. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, നമുക്ക് തുടങ്ങാൻ വേണ്ടി പോകുന്ന അവസാന ഘട്ടമാണിത്. അന്നേരമാണ് നിങ്ങളെ കർമ്മസേന അംഗങ്ങൾ കൂടി പരിശീലനം നടത്തി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. നമ്മളെല്ലാവരും ഈ മമ്മൂട്ടിയുടെ വൺ സിനിമ കണ്ടായിരിക്കുമല്ലോ അല്ലേ? വൺ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി അവസാനം രാജിവെച്ച് പോകുന്നത് കിട്ടിയ ആൾ വളരെ സന്തോഷത്തോടെ പറയും, ഞങ്ങൾക്ക് 2000 രൂപ വെച്ച് എല്ലാ മാസവും പെൻഷൻ കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് വളരെ സന്തോഷം, മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ ആയിരുന്നാ പറയും. ചിലർ ചെല്ലുമ്പോഴത്തേന് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഇതാണ്, സപ്ലൈക്ക് ചെയ്യുന്ന സാധനമില്ല, ഇങ്ങനെ ബഹളം ഉണ്ടാക്കും. ചിലർ പറയും റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞാണ്ട് പറഞ്ഞിട്ട് വല്ലതും കേൾക്കും. ഇങ്ങനെയുള്ള പലവിധ ഫ്രസ്ട്രേഷൻസും നമ്മൾ നേരിടേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളും നേരിടേണ്ടി വരുമ്പോൾ അവരുമായിട്ട് നമ്മൾ സംവദിച്ച് അവരോട് കാര്യങ്ങൾ തിരക്കി അവരോട് ചോദിച്ച് നമുക്ക് പുതുതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ മനസ്സറിഞ്ഞ് അവരുമായിട്ട് ചേർന്ന് അവരുടെ ഐഡിയകൾ കണ്ടെത്തി നൽകുന്ന റെസ്പോൺസ് കണ്ടെത്തി നൽകുന്ന ആൾക്കാർ കർമ്മസേന. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കർമ്മസേന അംഗങ്ങളാണ്. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ടേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളിവിടെ വന്ന് ശമ്പളമൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു ഇവിടെ നിങ്ങളുടെ വർത്താനം പറഞ്ഞത്. നിങ്ങൾ പലരും ചിലപ്പോൾ ഇന്നത്തെ പണി ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നവരായിരിക്കും, അല്ലേ? ഒരു ദിവസത്തെ കൂലി ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുന്നവരായിരിക്കും. നിങ്ങൾ സ്വയം സന്നദ്ധരായിട്ട് ഈ പ്രോഗ്രാം നല്ല രീതിയിൽ നടപ്പാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇരിക്കുന്ന ആൾക്കാർ. അപ്പം നിങ്ങൾ ആണ് ജനങ്ങളുമായിട്ട്, നമ്മൾ പറഞ്ഞല്ലോ സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം കഴിയും. അപ്പോൾ ഇതിലെ പ്രോഗ്രാം പരിശീലന പരിപാടികൾ ആരംഭിക്കുകയാണ്. 2 ദിവസം സെക്ഷനാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. നമുക്ക് ഏകദേശം ഇന്നുകൊണ്ട് തന്നെ സെക്ഷൻ മുഴുവൻ തീർക്കാൻ പറ്റുന്ന രീതിയിൽ അത് 2 ദിവസം ഒഴിവാക്കി, നിങ്ങൾ 2 ദിവസം വരുന്ന ഒഴിവാക്കാൻ വേണ്ടിയാണ് 1 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണമൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുപോലൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ട്രെയിനേഴ്സായിട്ട് ഇവിടെ എത്തിയവർ, ചാർജ് ഓഫീസേഴ്സ്, തീരുമാനിക എക്സ്പെർട്ട്, എല്ലാവർക്കും ഞാൻ ഇതിനുപരി അവരൊക്കെയാണ് കൂടുതൽ പ്രയത്നിച്ചത്. പ്രതീക്ഷകളാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ഇവിടെ ഞാൻ വണ്ടി ഓടിച്ച് ഹൈദരാബാദിൽ ചെല്ലുമ്പോൾ മനോഹരമായ ഒരു ധാബയുണ്ട് അവിടെ. അവിടുത്തെ സ്പെഷ്യൽ ഹൈദരാബാദി ബിരിയാണി. എന്റെ ഈ ഓട്ടത്തിൽ ഈ ബിരിയാണി എന്റെ മനസ്സിലുണ്ടാകും. അവിടെ ഒന്ന് ചെന്നാൽ ഈ നല്ല ബിരിയാണി തന്നെ. അവിടുന്ന് പിന്നെ വണ്ടി അങ്ങ് ഓടുകയാണ് തോർത്ത്. പിന്നീട് മദ്രാസിൽ സൗത്ത് ഇന്ത്യൻ മസാല ദോശ, മസാല ദോശ എന്നവര് പറയാം, മസാല ദോശ, മസാല ദോശ. ആ മസാല ദോശ തരുന്നതിനെ പറ്റിയുള്ള ചിന്തകളാണ്. അത്തരത്തിൽ പ്രതീക്ഷകളാണ് നമ്മൾ മുന്നോട്ട്. ആ പ്രതീക്ഷകളാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ സന്നദ്ധ സേവകരായിട്ട് കടന്നു വന്നുകൊണ്ട് ഈ നാട് നാളെ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാനാകുമെന്ന ഒരു പ്രതീക്ഷയാണ്. ഒരു പ്രതീക്ഷയില്ലാതെ നമ്മൾ ഇവിടെ വന്നിരിക്കുമോ? ഇല്ല. നമ്മൾ കർമ്മസേനാംഗങ്ങളായത് അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ആയത് അതിന്റെ പിന്നിലെ ചിന്ത ഇത്തരത്തിലുള്ള പ്രതീക്ഷകളാണ്. വീട് 450 വീട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 50% 2 അംഗ 50 പറഞ്ഞ പോലെ ആണെങ്കിൽ 2 പേരടങ്ങുന്ന ഒരു സ്ക്വാഡ് കയറിയാണ് ഇത്. അതൊരു നിശ്ചയിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മുടെ അസംബ്ലി ലെവൽ ഓഫീസറാണ് നിശ്ചയിക്കുന്നത്. അത് സ്റ്റേറ്റിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരിക്കും ഇതുകൊണ്ട്. എന്നാൽ വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള സന്ദർശനം ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് നേരത്തെ ഇട്ടൊരു കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞ സർക്കാരിൻ്റെ ഇതിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 200 രൂപയൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ചില രീതിയിൽ ഒന്നും അറിയാതിരിക്കുകയാണ്. ഇങ്ങനെയാണെന്നൊന്ന് പരിചയപ്പെടുത്താൻ ഇപ്പോൾ ഒരു പൊതുവായ ഒരു ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. എല്ലാവരും ഫോൺ ഒന്ന് എടുക്കാവും. കുഴപ്പമില്ല. ഈ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വീട് സെലക്ട് ചെയ്യാം. ഒന്ന് ബാർ എ, അതിലാണ് സെലക്ട് ചെയ്യാവും. കൺഫർമേഷൻ ലൊക്കേഷൻ. ആ വീട്ടിൽ ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രം.
ഇപ്പൊ നമ്മളൊരു വീട്ടിലോട്ട് ചെയ്യണം. ഈ വീട് നമുക്ക് കേൾക്കാൻ രണ്ട് ഇഷ്ടമുള്ള വീട് പണ്ടുണ്ട്. ഈ വീട് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഇത്രയും ആ വീട്ടിൽ നമ്മൾ അപ്പം ഫോൺ ചെയ്യാൻ ചെയ്യണം. ഓപ്പൺ ആക്കാതെ ആയിക്കോട്ടെ, തെറ്റില്ലാത്ത ശരിയാക്കി തരാം. ഞങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിനനുസരിച്ച് നിങ്ങൾ ഒരു ദിവസം എത്ര വീട് കൂടിയാണ്. അപ്പൊ ഈ ലൊക്കേഷൻ മാർക്ക് ചെയ്യുന്നത് അത് സബ്മിറ്റ് ആ ഡേറ്റ് ഫുള്ളും കംപ്ലീറ്റ് ആകുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഈ ഡ്രാഫ്റ്റ് വന്ന് കിടക്കുന്നത്. മനസ്സിലായോ? ഓളെന്ന് പറയുന്നത് നിങ്ങൾ എത്ര വീട് കയറാനുണ്ടോ കംപ്ലീറ്റ്, അത് നിങ്ങൾ കംപ്ലീറ്റ് എത്ര വീടുകൾ പൂർത്തീകരിച്ചിട്ടുള്ളൂ. ഈ താഴ്ഭാഗം വരുമ്പോൾ മൈ പ്രോഗ്രസ്, അതും മുകളിലത്തെ ഒരു താഴ്ഭാഗം മൈ